ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹത്തെ ചുറ്റിപ്പറ്റി ഒരു രാഷ്ട്രീയ ചുഴലിക്കാറ്റ് രൂപമെടുത്തിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആ ചുഴലിയുടെ കേന്ദ്ര ബിന്ദുവായുണ്ട്. ആൻഡമാനിൽ നിന്ന് അതിവേഗം അത് ഇന്ദ്രപ്രസ്ഥത്തെ ലക്ഷ്യമാക്കി വീശാൻ ആരംഭിച്ചിരിക്കുന്നു. എന്താണ് വിവാദമെന്ന് നോക്കാം. ആൻഡമാൻ നിക്കോബാറിലെ പരിസ്ഥിതിക്ക് വലിയ നാശമുണ്ടാക്കുന്ന തരത്തിൽ വൻതോതിൽ മരങ്ങൾ വെട്ടിമാറ്റി അവിടെ വിമാനത്താവളവും തുറമുഖവും മറ്റും നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ തുനിയുന്നുവെന്നാണ് ആരോപണം. വ്യവസായി ഗൗതം അദാനിക്ക് നേട്ടമുണ്ടാക്കാനാണ് ഈ പദ്ധതിയെന്നും രാഹുൽ പറഞ്ഞു വെക്കുന്നു. സെന്റിനലീസ് അടക്കം പുറലോകവുമായി ബന്ധമില്ലാതെ താമസിക്കുന്ന ആദിമ ഗോത്രവിഭാഗങ്ങളെ വംശനാശത്തിലേക്ക് നയിക്കുന്നതാണ് ഈ പരിപാടിയെന്നും ആക്ഷേപിക്കപ്പെടുന്നു. ഈ വിവാദത്തിൽ കഴമ്പുണ്ടോ? എന്താണ് കേന്ദ്ര സർക്കാർ ആൻഡമാനിൽ കൊണ്ടുവരുന്ന ബൃഹത് പദ്ധതി? പരിശോധിക്കാം. വെൽക്കം ടു പ്രോഫിറ്റ് എക്സ്പ്ലെയിനർ. ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്ട് എന്ന പേരിൽ ആൻഡമാൻ നിക്കോബാറിൻ്റെ മുഴുവൻ ഔട്ട്ലുക്ക് മാറ്റുന്ന ഒരു വൻ പദ്ധതി കേന്ദ്രം വിഭാവനം ചെയ്തിരിക്കുന്നു എന്നതാണ് വാസ്തവം. ഇന്ത്യയെ സംബന്ധിച്ച് അതീവ തന്ത്രപ്രധാനമായ ഒരു പദ്ധതിയാണിതെന്ന് കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നു. എന്തൊക്കെയാണ് പദ്ധതിയുടെ ഭാഗമായി വരുന്നതെന്ന് നോക്കാം. 80,000 കോടി രൂപയോളം ചെലവിട്ട ഒരു സൈനിക വാണിജ്യ ഹബ്ബാണ് ആൻഡമാൻ ദ്വീപുകളിൽ നിർമ്മിക്കുക. സാഗർമാല പദ്ധതി പ്രകാരം 6 ലക്ഷം കോടി രൂപയാണ് 845 സമുദ്ര പദ്ധതികൾക്കായി ഇന്ത്യ നിക്ഷേപിക്കുന്നത്. ഇതിലേറ്റവും തന്ത്രപ്രധാനമായ പദ്ധതിയാണ് ആൻഡമാനിലേത്. എന്താണിപ്പോൾ ഇത്തരമൊരു വൻ പദ്ധതിയുടെ ആവശ്യം? അത് മനസ്സിലാക്കാൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ സ്ഥാനം പരിശോധിക്കണം. ഇന്ത്യയുടെ തെക്കേ അറ്റം കന്യാകുമാരിയല്ല, ആൻഡമാൻ നിക്കോബാറാണ്. ഹോർമുസ് പോലെ തന്നെ പ്രധാനമായ മലാക്ക കടലിടുക്കിൽ നിന്ന് കേവലം 40 നോട്ടിക്കൽ മൈൽ അഥവാ 75 കിലോമീറ്റർ മാത്രം അകലെയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹത്തിൻ്റെ സ്ഥാനം. ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലൻഡ്, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങൾ ചേർന്നാണ് മലാക്ക കടലിടുക്കിനെ നിയന്ത്രിക്കുന്നത്. ഹോർമുസ് പോലെ തന്നെ ഒരു ചോക്ക് പോയിൻ്റാണ് മലാക്ക. ഇന്ത്യൻ മഹാസമുദ്രത്തെയും ശാന്തസമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഈ കടലിടുക്കാണ്. ഒരേ സമയം ചൈനയുടെ ലൈഫ് ലൈനും ഒപ്പം ദൗർബല്യവുമാണ് മലാക്ക. ചൈനയിലേക്കുള്ള വ്യാപാരത്തിൻ്റെ 60%, ഊർജ്ജ ഇറക്കുമതിയുടെ 70 മുതൽ 80% മലാക്കയിലൂടെയാണ്. മിഡിൽ ഈസ്റ്റിലെയും ആഫ്രിക്കയിലെയും ഊർജ്ജ കേന്ദ്രങ്ങളുമായി ചൈനയെ അതിവേഗം ബന്ധിപ്പിക്കുന്ന കടലിടുക്കാണിത്. ഹോർമുസ് അടഞ്ഞ പോലെ മലാക്ക അടഞ്ഞാൽ ചൈനയുടെ സമ്പദ് വ്യവസ്ഥ തകരും. ഇറാൻ എപ്രകാരമാണോ ഹോർമുസ് കടലിടുക്കിനെ നിയന്ത്രിക്കുന്നത്, അതേ രീതിയിൽ മലാക്ക കടലിടുക്ക് പിടിച്ചെടുക്കാനും നിയന്ത്രിക്കാനും ചൈനയ്ക്ക് ആഗ്രഹമുണ്ട്. US, ഇന്ത്യൻ നാവികസേനകളുടെ പ്രദേശത്തെ കരുത്തുറ്റ സാന്നിധ്യം ഈ മോഹത്തിന് വിഘാതം തീർക്കുന്നു. വലിയ ആശയുണ്ടായിട്ടും തായ്വാനെ തൊടാൻ ചൈന മടിക്കുന്നത് മലാക്കയിലെ തിരിച്ചടി ഭയന്നാണ്. മലാക്കയിലെ ഈ ദൗർബല്യം മറികടക്കാനാണ് ചൈന പട്ടുപാത പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിച്ചത്. ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിലൂടെ നടത്തിയ ശ്രമങ്ങളൊന്നും മലാക്കയ്ക്ക് പകരം വെക്കാവുന്ന ഒരു വ്യാപാര മാർഗം കണ്ടെത്താൻ ചൈനയെ സഹായിച്ചിട്ടില്ല. ചൈനയുടെ ഈ മർമ്മമാണ് ഇന്ത്യയുടെ തന്ത്രപരമായ ലക്ഷ്യം. അതിനായാണ് നിക്കോബാർ പ്രോജക്റ്റ് വരുന്നത്. ചൈനയെ പോലെ തന്നെ ഇന്ത്യക്കും പ്രധാനമാണ് മലാക്ക കടലിടുക്ക്. ഇന്ത്യയുടെ സമുദ്ര വ്യാപാരത്തിൻ്റെ 60% നടക്കുന്നത് മലാക്കയിലൂടെയാണ്. എന്നാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഇന്ത്യക്ക് മലാക്കയിൽ കൂടുതൽ ഭൗമശാസ്ത്രപരമായ മുൻതൂക്കം നൽകുന്നു. മ്യാൻമറിലെ ക്യോക്സ്ഫു, ശ്രീലങ്കയിലെ ഹമ്പൻടോട്ട, പാകിസ്ഥാനിലെ ഗ്വാദർ തുടങ്ങിയ തുറമുഖങ്ങളുടെ നിയന്ത്രണം നേടി സ്ട്രിംഗ് ഓഫ് പേൾസ് തന്ത്രത്തിലൂടെ ഇന്ത്യയെ കടലിലൂടെ വളയാനുള്ള ചൈനീസ് തന്ത്രത്തിന് മറുതന്ത്രമായാണ് ആൻഡമാനിൽ ഈ വൻ പദ്ധതി ഒരുങ്ങുന്നത്. ആൻഡമാനിൽ നിന്നും 55 കിലോമീറ്റർ മാത്രം അകലെയുള്ള മ്യാൻമറിൻ്റെ കോക്കോ ദ്വീപുകളിൽ ഇന്ത്യയെ ലക്ഷ്യമിട്ട് റൺവേയും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ചൈന നിർമ്മിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആൻഡമാനെ തന്ത്രപരമായി വികസിപ്പിക്കാൻ ഇന്ത്യ അരയും തലയും മുറുക്കുന്നത്. സൈനിക ആവശ്യങ്ങൾക്കും സിവിലിയൻ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ഒരു ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര വിമാനത്താവളം ഇന്ത്യക്ക് മലാക്ക മാത്രമല്ല, ഇന്ത്യൻ മഹാസമുദ്രം ആകെ സുരക്ഷ ഒരുക്കും. 4 എയർബേസുകൾ മാത്രമാണ് നിലവിൽ ഇന്ത്യക്ക് ഇവിടെയുള്ളത്. 450 മെഗാവാട്ടിൻ്റെ സോളാർ വൈദ്യുത പദ്ധതിയും ടൗൺഷിപ്പും ദ്വീപിൽ വരും. നിക്കോബാറിലെ ഗലാത്തിയ ബേയിൽ 14.2 MTU ശേഷിയുള്ള അന്താരാഷ്ട്ര കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമാണ് ഇന്ത്യ നിർമ്മിക്കുക. നിലവിൽ ഇന്ത്യയുടെ 75% ട്രാൻസ്ഷിപ്മെൻറ്റ് കണ്ടെയ്നറുകൾ വിദേശ രാജ്യങ്ങളിലുള്ള തുറമുഖങ്ങളിലാണ് കൈകാര്യം ചെയ്യുന്നത്. കൊച്ചിയും വിഴിഞ്ഞവുമാണ് രാജ്യത്ത് പ്രവർത്തന സജ്ജമായ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലുകൾ. വ്യാപാരത്തിൽ കൂടുതൽ നിയന്ത്രണവും സ്വയം പര്യാപ്തതയും കൈവരിക്കാൻ ആൻഡമാനിലെ തുറമുഖം ഇന്ത്യയെ സഹായിക്കും. ഇന്ത്യൻ മഹാസമുദ്രമായി തന്നെ തന്ത്രപരമായി ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ ഭാവിയിലും തുടരാൻ വേണ്ടിക്കൂടിയാണ് ഈ പദ്ധതി. അപൂർവവും വൈവിധ്യപൂർണവുമായ ആൻഡമാനിലെ പരിസ്ഥിതിയെയും സസ്യജീവിജാലത്തെയും വികസനത്തിനായും സുരക്ഷയ്ക്കായും ബലി കൊടുക്കുന്നു എന്ന് പരിസ്ഥിതി പ്രവർത്തകർ ആശങ്കപ്പെടുന്നു. എന്നാൽ ദേശീയ ഹരിത ട്രിബ്യൂണൽ ഈ പദ്ധതിക്ക് അനുമതി നൽകിക്കഴിഞ്ഞു. തദ്ദേശീയ ആദിവാസി വിഭാഗങ്ങളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ നശിക്കുന്നുവെന്നതാണ് മറ്റൊരാശങ്ക. എന്നാൽ ഷോംപെൻ, നിക്കോബാറിസ് എന്നീ 2 ആദിവാസി വിഭാഗങ്ങളെ മാത്രമാണ് കുടിയൊഴിപ്പിച്ച് പുനരധിവസിപ്പിക്കേണ്ടി വരികയെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് പറയുന്നു.
921 ചതുരശ്ര കിലോമീറ്റർ വരുന്ന ദ്വീപിൽ മനുഷ്യവാസമുള്ളയിടത്ത് 84 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് വികസന പ്രവർത്തനങ്ങൾക്കായി ഏറ്റെടുക്കുകയെന്നും കേന്ദ്ര സർക്കാർ പറയുന്നു. ദേശസുരക്ഷ പരമപ്രധാനം തന്നെയാണ്. പരിസ്ഥിതിക്കിണങ്ങിയ വികസനവും അതിനൊപ്പം ഒത്തുപോകട്ടെ എന്ന് പ്രതീക്ഷിക്കാം.